നാളെ രാവിലെ ഞാൻ നേരത്തെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകട്ടോ. ഒരു 10 മണി 12 മണിയൊക്കെ ആവും. ഏകദേശം പ്രത്യേകിച്ച് നമുക്ക് ഈ ടെസ്റ്റ് എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടെൻഷനാണ് എനിക്ക്. പൂർണ്ണോ നടക്കാണ്ട് ഒരു സ്റ്റെപ്പ് കയറാണ്ട് നമ്മുടെ ഇവിടുത്തെ മാതിരി കുറച്ച് കയറാണ്ട് മേലെ കയറി പോകണം. മേലെ കയറി പോകണോ? പറ്റുമോ നിങ്ങൾക്ക്? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം പണിയുണ്ട് അടുക്കളയിൽ. ദോശ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ചോറ് വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഇവിടെ കടല ഉണ്ടാക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഈ സാധനം ഇനി വരട്ടി എന്താ പറയുക, കൂട്ടാൻ മാതിരി ഒരു മസാല മാതിരി ഉണ്ടാക്കണം. ചോറ് എളുപ്പത്തിൽ വെച്ചോ, എനിക്കത് അറിയില്ല. അവന്റെ വേവ് ശരിയാവണില്ല. എന്താന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വട്ടം ഫുൾ വിസിൽ അടിച്ചിട്ട് 20 മിനിറ്റ് സാധാ പോലെ വേവിച്ചാൽ മതി. ഞാൻ വെക്കണോ? അതാ എളുപ്പത്തിൽ വെച്ചോ. കടലന്റെ വെള്ളത്തിലിട്ടിട്ട് നോക്ക്. വെള്ളക്കടല എനിക്ക് അറിയില്ല. ഞാൻ ആ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അടിയിൽ അതാ വെച്ചോണം. അത് നോക്കാം. നോക്കിയാ മനസ്സിലാവില്ലേ? ഇതന്നെ വെള്ളക്കടല. നല്ല ഇറച്ചി മസാല പോലെ വെക്കാൻ നല്ലതാണ്. അത് വെച്ചോളൂണ്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എത്രയേറെ വേണമെങ്കിൽ അത് വേണമെങ്കിൽ. എപ്പോഴാണ് വെച്ചത്? ഞാൻ ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. വെള്ളത്തിലോ? അപ്പൊ കുറച്ചേരം ഇരിക്കണ്ടേ? 5-8 മണിക്കൂർ വെള്ളത്തിലിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല. എല്ലാ കടലും അങ്ങനെ തന്നെയല്ലേ? എന്നാ നാളെ നോക്കിയാൽ മതിക്കാം. അല്ലെങ്കിൽ പിന്നെ കുക്കറിൽ വെക്കണം. എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയോ? ദോശ. അതേപോലെ എഗ്ഗും മറന്നല്ലോ, കുറെ ദിവസമായി വാങ്ങിയിട്ട്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശ ഉണ്ട്, പിന്നെ എന്തോ ഒരു ചമ്മന്തി ഉണ്ട്. ഇതാ മസാല അല്ലേ? മസാലയാണ്. പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ കാപ്പിയിൽ മുക്കിയിട്ടും കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദോശ കഴിക്കല്. അതെനിക്ക് അതൊക്കെ ഇഷ്ടം. കാപ്പി ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാപ്പിയിലാണ്. അതിനാണ് ഇവിടെ കാപ്പി മുക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് വ്ളോഗ് എടുക്കൽ കുറച്ച് കഷ്ടമായിരിക്കും. ഇന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ നിന്നുള്ള പാട്ട് നിങ്ങൾക്ക് കേൾക്കാണ്ടായിരിക്കും. ഓം ഗംഗണഗണേ നമഃ എന്നൊക്കെ പറയണ കുറെ വരികൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് വ്ളോഗ് കുറച്ച് ഷോക്കായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കുമെന്നറിയില്ല പ്രോപ്പറായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ദോശ പരിപാടി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കടല പരിപാടിയിലേക്ക് നീങ്ങണം. കടല മസാല ഉണ്ടാക്കണം. ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ചോറ് വെന്ത് റെഡിയാവും. ഈ മട്ടരിയൊക്കെ വേവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഒരുപാട് സമയം വേവുണ്ടല്ലോ. നമുക്കിപ്പോൾ ഗ്യാസിന്റെ മുകളിൽ അധികം നേരം ഇടാൻ പറ്റൂലല്ലോ. ഗ്യാസ് കുറ്റിക്കൊക്കെ ക്ഷാമമുള്ള കാലമല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വഴിയാണ് കുക്കറിൽ ഉണ്ടാക്കുക. അതാണ് ഇപ്പോൾ സേഫ്. പൈസയും ലാഭമാണ്, ഗ്യാസും കുറ്റി ലാഭമാണ്. അല്ല, നിങ്ങളെന്താ ചിക്കൻ എടുക്കാത്തത്? ഇത് അവിടെ ഇരിക്കണ സാധനം അതേപോലെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ എടുക്കാത്തത്? എനിക്ക് മതിയായി. ഞാൻ തിന്നിട്ട് മതിയായി. മതിയായിക്കൊണ്ട് അതാണ് മടുത്ത. ഇപ്പൊ വേണ്ട. ഒക്കെ കഴിച്ചടാ. 4 ദോശ കഴിച്ചേ. 4 ദോശ കഴിച്ചു. നല്ല വിശപ്പുണ്ടേ. അത് കഴിച്ചത് ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് കഴിക്കണതല്ലേ? ഒരു കഷ്ണം നായനും എടുക്കണം വിചാരിച്ചു. അത് ഇല്ലാണ്ട് ഇനി വെച്ചാ നമ്മുടെയൊക്കെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെയാണ്. 6 മണി 6:30 ആകുമ്പോഴേക്ക് ഞങ്ങൾ ഡിന്നർ കഴിക്കും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴേക്ക് നല്ല വിശപ്പായിരിക്കും. ഭയങ്കര പൊടിയാണ് ഇതിന്റെ മുകളിലൊക്കെ. അപ്പൊ അതാ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ വാവക്കുട്ടി വരുന്ന സമയത്ത് പൊടിയൊക്കെ ആയിട്ട് കറിപ്പടി നിന്നിട്ട് അവള് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് പൊടിയൊക്കെ അവളുടെ മേത്തിക്കായ ശരിയാവില്ല, അത് അസുഖം പിടിക്കില്ലേ. അപ്പോൾ ഇതൊക്കെ അത് ഫുള്ള് ക്ലീൻ ആക്കാന്ന് വെച്ചു. ഇപ്പൊ ആരാ വീഡിയോ എടുക്കണമെന്നറിയോ? അമ്മ വീഡിയോ എടുക്കണത്. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും അമ്മയും മാത്രമാകുമ്പോ ആരെങ്കിലും ഒരാൾ വീഡിയോ എടുക്കണമെങ്കിൽ അമ്മേനെ എടുക്കണം, വേറെ ഒരു രക്ഷയില്ല. ഇപ്പൊ ഇവിടെ ഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് വർക്ക്. വെള്ളം വരുന്നില്ല കൂട്ടിയിട്ട്. എന്നാ ഓഫ് ചെയ്തോ, ഞാൻ വരാൻ പോവാ. ഞാൻ പറഞ്ഞില്ലേ ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി അല്ല, അത് കടല മസാല. അത് ഉണ്ടാക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ അത്ര നേരം വർക്ക് ചെയ്യായിരുന്നില്ലേ. ഓഫ് ചെയ്യൂ. അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. എന്താ പരിപാടി? മീൻ വറക്കണോ? ഉണക്കമീൻ. അപ്പോഴും പറഞ്ഞതായി സാധനം എടുത്ത് കഴിച്ചോളാം. നോക്കി അതിന്റെ കളറ് കറുത്ത് കരിക്കട്ട പോലെ ഇല്ലേ? പഴുത്തിട്ടുണ്ടാവും നന്നായിട്ട്. മീൻ ഇതാ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമ്മളിവിടെ കടലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടും. ശേഷം കടലയിടും. അത്യാവശ്യം മസാലയും ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ ഇറക്കി വെക്കാറായി. ഇപ്പോൾ ഓഫ് ചെയ്യണം. ഇന്ന് കടല ഉണ്ടാക്കണതിനെ കുറിച്ചിട്ട് എനിക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അമ്മ അത് വെള്ളത്തിലിട്ടത് കണ്ടപ്പോഴാണ് എന്നാ ഉണ്ടാക്കിയേക്കാം എന്ന് കരുതിയത്.
എന്തെങ്കിലുമൊക്കെ തട്ടി മുട്ടിയിട്ട് ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാന്നാണ് ഞാൻ കരുതിയത്, പ്രത്യേകിച്ചൊന്നും കുക്ക് ചെയ്യാണ്ട്. അങ്ങനെ ചോറ്, പപ്പടം, ഉണക്കമീൻ, നമ്മുടെ കടല, ഇതാണിപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച്. കടലയില് ഉപ്പ് പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഉപ്പിൻ്റെ പാത്രം ഒന്ന് കൊണ്ടുവരുമോ? ഇത് ശരിക്കും പിടിച്ചിട്ടില്ല, നന്നാക്കി ഉണ്ടാക്കിയതാ. ഇതിനകത്ത് ഉപ്പ് പിടിച്ചില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ലഞ്ചൊക്കെ കഴിച്ചു വന്നു. ഇനി ബാക്ക് ടു വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. നാളെ രാവിലെ ഞാൻ നേരത്തെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകും കേട്ടോ. അയ്യോ അപ്പം എന്താ കട്ട് നിങ്ങളെന്ത് കാണിക്കാൻ? ഞാൻ വന്നിട്ട് ദോശ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. ഞാൻ ഫുഡ് ബുക്കൊന്ന് കൊണ്ടുപോവാം. ആ എന്നാ പിന്നെ എനിക്ക് ചെക്കിങ്ങും കഴിഞ്ഞ് അവിടുത്തെ അതും കഴിഞ്ഞിട്ട് പോന്നാൽ മതിയല്ലോ. ഒരു 10 മണി 12 മണിയൊക്കെ ആവും ഏകദേശം 12 ആവില്ല, ഒരു 10 ഒക്കെ ആവും. എന്താ സംഭവം ചോദിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണം. കാരണം നമ്മൾ 6 മാസം അല്ലെങ്കിൽ 3 മാസമൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 3 മാസം 4 മാസം അവരായി. ഇനി നമുക്ക് വൈകിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോണത്. വർക്കൗട്ട് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാലോ, ഡയറ്റ് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് അസുഖമൊന്നും വരില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ വയ്യല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ ടെസ്റ്റ് എടുക്കുക, ബ്ലഡ് ടെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടെൻഷനാണ് എനിക്ക്. നാളെ എൻ്റെ കൂടെ പോരണോ? നമുക്ക് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്താ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പോരണോ? നടക്കാണ്ട് ഒരു സ്റ്റെപ്പ് കയറാണ്ട്, ഒരു 10-20 സ്റ്റെപ്പ് കയറാണ്ട്. നമ്മുടെ കുറച്ച് കയറാണ്ട്. മേലെ കയറി പോണോ? പറ്റുമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സാധനം ഇവിടെ ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യുമെന്നാ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ഷുഗർ ലേശം ടോപ്പിലാണ് നിൽക്കുന്നത്. ടോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പല്ല, ഒരു 200-ന്റെ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതാണ് പിന്നെ ഒരു സമാധാനം. പ്രശ്നം പ്രായത്തിൻ്റെതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളാണ്. എണീറ്റ് നിൽക്കുമ്പോൾ കുരിഞ്ഞ് വരിക, ഇങ്ങനെ നട്ടലിങ്ങനെ കുരിഞ്ഞ് നിൽക്കുക, അങ്ങനത്തെ അവസ്ഥകളൊക്കെയാണ് അല്ലേ. ഊരവേദനയാണ് നമ്മുടെ അടുത്ത പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട്. വരാൻ പോലെ എന്താ രാത്രിക്ക് കഴിക്കാണ്ടാക്കണ്ടേ? ദോശ അല്ലാതെ സാധനം എന്താ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു പാക്കറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് സേമിയപ്പാവ് ഉണ്ടാക്കാൻ പോണത്. മാഗി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ സേമിയപ്പാവ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോണ സേമിയപ്പാവ് സാധ്യമില്ലെങ്കിലും കഴിച്ചോളുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല വിജയിക്കുമെന്നുള്ളത്. അതൊക്കെ മതി, ഇത് മതി. ഇനി ലേശം കടുകും കൂടി ഇട്ട പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടു, വെള്ളമൊക്കെ അതാ വെട്ടി തിളയ്ക്കുന്നു. ഇനി അതിലേക്ക് നമ്മുടെ സേമിയ എടുത്തിട്ടിട്ടെ. ഇപ്പോൾ ഇതാ കറക്റ്റ് 7 മണിയായപ്പോഴേക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഉപ്പുമാവ് റെഡിയായി, സംഭവം റെഡിയായി കേട്ടോ. ഇത് കഴിച്ചു നോക്കിയിട്ട് പറയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അതെ, ഉപ്പുമാവ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാട്ടെ. നല്ല രസമുണ്ട്, സാധുണ്ട്, ഉപ്പും എരിവും ഒക്കെ നല്ല പാകം. എനിക്കിഷ്ടമായി. സംഭവം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ഉണ്ടാക്കണം, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് സേമിയ ഉപ്പുമാവ്. മാഗിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് എരിവ്, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് വേവ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഡിന്നറൊക്കെ കഴിഞ്ഞു, നേരെ കമ്പ്യൂട്ടർ റൂമിലെത്തി. ഇനി ഇന്നത്തെ വ്ളോഗ് ഇത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. നാളെ നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ബൈ.